നമ്മളിപ്പോൾ നെതർലൻഡ്സിൻ്റെ പ്രധാന തുറമുഖ നഗരമായ ആംസ്റ്റർഡാമിലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഏതാണ്ട് 1 മണിക്കൂർ ദൂരം ട്രെയിനിൽ യാത്ര ചെയ്താൽ എത്തുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലിൽ കൊണ്ടുപോയി ഈ ബാഗ് ലഗേജെല്ലാം വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഒടുവിൽ ഞാൻ അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നാണ് ഈ ഹോട്ടലിനെ കുറിച്ചുള്ള വിവരമൊക്കെ കിട്ടിയത്. ആ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് തന്നെ ഞാൻ ഒരു ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. കുറച്ച് നേരം ആ നഗരത്തിലൂടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലൂടെ ഒക്കെ ചുറ്റി നടന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ അതിഗംഭീരമായൊരു നിർമ്മിതിയാണ്, വളരെ ക്ലാസിക്കായിട്ടുള്ളൊരു നിർമ്മിതി. അതിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് പല കനാലുകളും ആരംഭിക്കുന്നത്. കനാലുകളുടെ ഒരു നഗരമാണ് ആംസ്റ്റർഡാം. നിരവധിയായ കനാലുകൾ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ആംസ്റ്റൽ നദിയിലൊരു ഡാം കെട്ടി ചിറകെട്ടി ആ നഗരത്തെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയാണ് ആംസ്റ്റർഡാം എന്ന് ആ നഗരത്തിന് തന്നെ പേര് വന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ കനാലുകളിലൂടെയുള്ളൊരു ബോട്ട് യാത്രയാണ്. ഈ കനാലുകളിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ കനാലുകൾക്കെല്ലാം കുറുകെ നിരവധി പാലങ്ങളുണ്ട്. ഈ പാലങ്ങൾ പണ്ട് തന്നെ പണിതത് കൊണ്ടും വലിയ ഉയരത്തിലല്ലാത്തത് കൊണ്ടും, ഉയരത്തിൽ പണിയാൻ പറ്റില്ല, കാരണം വാഹനങ്ങൾക്ക് കടന്നു പോകണമല്ലോ. ഈ ഉയരം കുറഞ്ഞ പാലത്തിനടിയിൽ കൂടി എങ്ങനെ ബോട്ട് കടന്നു പോകും? അതുകൊണ്ട് തന്നെ പൊക്കം കുറഞ്ഞ ബോട്ടുകളാണ്. നമ്മൾ ബോട്ടിനകത്തോട്ട് ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് തൊട്ട് മുകളിൽ കൂടി ഈ ബോട്ടിൻ്റെ മേൽക്കൂര, ഈ മേൽക്കൂര ഗ്ലാസ് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ കെട്ടിടങ്ങളും ആകാശവും നഗരമൊക്കെ കാണാം. ചില ബോട്ടുകളുണ്ട് മേൽക്കൂര ഇല്ലാത്തതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മേൽക്കൂര സൈഡിലേക്ക് ഇങ്ങനെ ഏറ്റവും പുറകിലേക്ക് തള്ളി കൊണ്ടുപോയി വെക്കാം. ഇതിനകത്തൊരു ഗൈഡും ഡ്രൈവറുമായിട്ട് ഒരാളുണ്ടാവും. അപ്പോൾ അയാൾ ഇടയ്ക്ക് എഴുന്നേറ്റ് നിന്ന്, പാലം ഇല്ലാത്തടത്ത് എഴുന്നേറ്റ് നിന്ന് കഥയൊക്കെ പറയും മൈക്കിൽ കൂടെ. പാലുള്ളിടത്ത് അയാളും ഇരിക്കും, എല്ലാവരും ഇരിക്കണമെന്ന് നിർദ്ദേശമൊക്കെ തരും. അപ്പോൾ ഇങ്ങനെ നിരവധി ബോട്ടുകൾ, ദിവസവും നിരവധി ബോട്ടുകൾ ഇങ്ങനെ സർവീസ് നടത്തുന്നുണ്ട്. കനാൽ ക്രൂസുകൾ, കനാൽ ടൂറുകൾ എന്ന് പറയുന്നത്. അവിടെ നിരവധി ജെട്ടികളുണ്ട്, പല ബോട്ട് പിയറുകളുണ്ട്. അതിൽ നമ്മൾ ഏത് ബോട്ട് പിയറിൽ നിന്നാണ് നമ്മുടെ ബോട്ട് പുറപ്പെടുന്നതെന്ന് ആ ബോട്ടിൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്, പുറപ്പെടുന്ന സമയവും ഈ ടിക്കറ്റിലുണ്ട്. അതുകൊണ്ട് ആ സമയമായപ്പോഴത്തേക്ക് അവിടെ ചെല്ലുന്നു, ടിക്കറ്റ് കാണിക്കുന്നു, അതിനകത്തേക്ക് കയറുന്നു. ഏറ്റവും രസകരമായ കാര്യം, മിക്കവാറും എല്ലാ ബോട്ടും ഫുള്ളായിട്ടാണ് പുറപ്പെടുന്നത്. ഞാൻ ബോട്ടിൽ ചെന്ന് കയറി ബോട്ട് യാത്ര ആരംഭിച്ചു. അപ്പോൾ ഈ കനാലുകളിലൂടെ ഓടുക എന്ന് പറയുന്ന രസകരമായ ഒരു കാഴ്ചയാണ്. ഈ ഗൈഡ് ഓരോ കെട്ടിടത്തിൻ്റെയും കഥകൾ പറയും, ചരിത്രം പറയും. 1-ാം ലോകമഹായുദ്ധകാലത്തെ കഥകൾ, 2-ാം ലോകമഹായുദ്ധകാലത്തെ കഥകൾ, അതുപോലെ തന്നെ നമ്മളൊക്കെ വായിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയുടെ കഥ. ആൻ ഫ്രാങ്ക് 2-ാം ലോകമഹായുദ്ധകാലത്ത് ഒളിവിൽ കഴിഞ്ഞത് ഈ ആംസ്റ്റർഡാമിലാണ്. ഈ ആംസ്റ്റർഡാമിലെ ഈ കനാലുകൾക്ക് അഭിമുഖമായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ രഹസ്യമായി ഒളിച്ചു താമസിച്ച വീട്. ഇങ്ങനെ നിരവധി കാഴ്ചകളിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ആ കഥകളൂടെ ഇവർ വിവരിക്കും. അത് വളരെ ഹൃദയസ്പർശിയായിട്ടാണ് പറയുക. ആ കഥകൾ കേട്ട് ഈ കാഴ്ചകളും കണ്ടുള്ള യാത്രകൾ എന്ന് പറയുന്നത് യൂറോപ്യൻ ടൂറുകളുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യും. ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞ് വീണ്ടും പോകുമ്പം ഈ കനാലിൻ്റെ തീരങ്ങളിൽ ചിലയിടത്ത് കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ബോട്ടുകൾ ആണോയെന്ന് നമുക്ക് പുറമേ കാണുമ്പോൾ ബോട്ടുകളാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാവും അതിനകത്ത് കിച്ചണുണ്ട്, ഡൈനിങ് റൂമുണ്ട്, ബെഡ്റൂമൊക്കെ ഉണ്ട്. നമുക്ക് ആ ജാലകത്തിലൂടെ കാണാം. അത് ഹൗസ് ബോട്ടുകളാണ്. ഇവിടെ മനുഷ്യർ സ്ഥിരതാമസമാക്കിയിരിക്കുന്നുണ്ട്. വീടില്ലാത്തവർ ഇത്തരം ബോട്ടുകളിൽ ഈ നഗരത്തിൽ താമസിക്കുന്നുണ്ട്. അതിന് വീട്ടു നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓടുന്നില്ല ഈ ബോട്ടുകൾ. പക്ഷേ ഈ ബോട്ടുകളിലാണ് വലിയൊരു ശതമാനം ആളുകൾ താമസിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ താമസിക്കുന്നവരുടെ എണ്ണമൊക്കെ നഗരഭരണകൂടം കുറച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിലും വലിയൊരു നമ്പർ ആളുകൾ ഇപ്പോഴും ഇത്തരം ഹൗസ് ബോട്ടുകളിൽ താമസിക്കുന്നുണ്ട്. വീണ്ടും ഓടുമ്പോൾ പലയിടത്തും ചിറകൾ കാണാം. ചിറ എന്ന് പറഞ്ഞാൽ ഷട്ടറുകൾ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേലിയേറ്റം ഉണ്ടാകുമ്പോൾ നഗരത്തിലേക്ക് വെള്ളം കയറും. ഈ കനാലുകളിലെ വെള്ളം ഉയരാതിരിക്കാൻ വേണ്ടി ഷട്ടറുകളിടും. വലിയൊരു വാച്ച് ടവറും അവിടെ കാവൽക്കാരും ഈ ഷട്ടർ ഇടാൻ വേണ്ടി തന്നെ 24 മണിക്കൂർ നിയോഗിക്കപ്പെട്ട ആളുകളുമുണ്ട്. അവർക്ക് ഓരോ സീസണിലും അല്ലെങ്കിൽ ഓരോ ദിവസവും വേലിയേറ്റത്തിൻ്റെ സമയം അറിയാം. ആ വേലിയേറ്റത്തിൻ്റെ സമയത്തിന് തൊട്ട് മുമ്പ് ഇവർ ഷട്ടർ ഇടും. ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ളൊരു രീതിയാണ്. ഈ ഷട്ടർ ഇടാൻ ആരെങ്കിലും മറന്നുപോയാൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, വെള്ളം കയറും, നഗരം മുങ്ങിപ്പോകും. ഒരു മനുഷ്യൻ ഉറങ്ങിപ്പോയാൽ വേണമെങ്കിൽ നഗരം മുങ്ങിപ്പോകാം. അത്രയ്ക്ക് ദുർബലമായ ഒരു എക്കോസിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ ആംസ്റ്റർഡാമിൻ്റെ. പിന്നെയും കുറേ കൂടെ നമ്മൾ ഓടി, ബോട്ടിങ്ങനെ ഓടി ഇതുപോലെ നിരവധി കാഴ്ചകളിലൂടെ കടന്ന് അവിടുത്തെ ഒരു മൃഗശാലയുടെ മുൻപിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ പോയി വിശാലമായ ഒരു ജലാശയത്തിലേക്ക് നമ്മളെത്തും. ഈ വിശാലമായ ജലാശയം എന്ന് പറയുന്നത് തുറമുഖത്തിൻ്റെ ഭാഗമാണ്. അവിടെ ക്രൂസ് ഷിപ്പുകൾ വന്ന് കിടക്കുന്നത് കാണാം, വമ്പൻ ക്രൂസ് ഷിപ്പുകൾ. പുലർകാലത്ത് ടൂറിസ്റ്റുമായിട്ട് ഇവിടെ വരുന്നു. ടൂറിസ്റ്റുകൾ പകൽ ഈ ആംസ്റ്റർഡാമിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നു. കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് ഈ ഷിപ്പിലേക്ക് അവർ വരും. എന്നിട്ട് രാത്രിയാകുമ്പോൾ ഷിപ്പ് ഇവിടുന്ന് പുറപ്പെടും, അടുത്ത ഒരു നഗരത്തിലേക്ക് യാത്രയാവും, ഏതെങ്കിലും ഒരു തീര നഗരത്തിലേക്ക്. അതുപോലെ തന്നെ അവിടെ വലിയ മാരിടൈം മ്യൂസിയമുണ്ട്. അതും പഴയ ഒരു പായ്ക്കപ്പലിൻ്റെ രൂപത്തിലുള്ളതാണ്. ഡച്ചുകാർ
കേരളത്തിൽ കോളനി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നൊരു കാലമുണ്ട്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിരുന്നൊരു കാലമുണ്ട്. കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് ഡച്ചുകാരെ നമ്മുടെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി ഓടിച്ചൊരു കഥയൊക്കെയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളെല്ലാം ഉണർത്തുന്ന ഒരു വമ്പൻ പായക്കപ്പലാണ് ഇന്ന് മാരിടൈം മ്യൂസിയമായിട്ട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഈ ജലാശയത്തിനകത്താണ്. അത് കാണാനും ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതുകൂടാതെ പിന്നെയും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ജലാശയത്തിൽ തന്നെ ഒരു പ്രത്യേക ഒരു ഷിപ്പിൻ്റെ ആകൃതിയിൽ പണിതൊരു പച്ച നിറമുള്ള വമ്പനൊരു കെട്ടിടമുണ്ട്. അതവിടുത്തെ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയമാണ്. ഇവിടുത്തെ ഈ ജലാശയത്തിലെ നിർമ്മിതികളും ഒക്കെ ടൂറിസത്തിനും ശാസ്ത്രാവബോധം വളർത്തുന്നതിനും കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ആകർഷിക്കുന്നതിനും അവർക്ക് ആഹ്ലാദം പകരുന്നതിനുമുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു നഗരാസൂത്രണം, നഗരത്തെ ആധുനിക കാലഘട്ടത്തിലെ സൗകര്യങ്ങൾക്ക് മനുഷ്യനെ എക്സൈറ്റ് ചെയ്യുന്ന മട്ടിൽ, മനുഷ്യരെ കൊതിപ്പിക്കുന്ന രീതിയിൽ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവരെ ആകർഷിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ആംസ്റ്റർഡാം. നമ്മുടെ കുട്ടനാടിനെയൊക്കെ അല്ലെങ്കിൽ കൊച്ചിയെയൊക്കെ ആലപ്പുഴയെയൊക്കെ ഏത് തരത്തിൽ ഭാവിയിൽ രൂപപ്പെടുത്താം എന്നുള്ളതിന് നമുക്ക് ഉദാഹരണമാക്കാൻ നിരവധി ആശയങ്ങൾ തരുന്ന ഒരു നഗരം കൂടിയാണ് ആംസ്റ്റർഡാം. കനാലുകൾക്കുള്ളിലൂടെ തന്നെ വീണ്ടും യാത്ര തുടരുകയാണ്. ഈ തുറന്ന കായലിലേക്ക് ഇടയ്ക്ക് കയറും, അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും കനാലുകളിലേക്ക് വരുമ്പോൾ ഈ കനാലിൻ്റെ തീരങ്ങളിലെ പല ഭാഗങ്ങളിലും വിചിത്രമായ ജീവിതവും പുലരുന്നുണ്ട്. ഒരു പ്രദേശം മുഴുവൻ ആംസ്റ്റർഡാമിൻ്റെ റെഡ് ലൈറ്റ് ഏരിയയാണ്. റെഡ് ലൈറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചുവന്ന തെരുവെന്ന് പച്ച മലയാളത്തിൽ പറയുന്ന സ്ഥലം. 1400 മുതൽ ആ പ്രദേശം ഒരു റെഡ് ലൈറ്റ് ഏരിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു വലിയൊരു തുറമുഖ നഗരവും കൂടിയാണ്. പഴയൊരു വാണിജ്യ നഗരമാണ്. അപ്പം 14-ാം നൂറ്റാണ്ടിലൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ഇവർ കച്ചവട സംഘങ്ങളെ അയക്കി, അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്ന് കച്ചവട സംഘങ്ങൾ, അല്ലെങ്കിൽ കച്ചവട കപ്പലുകൾ, അതിൻ്റെ ജോലിക്കാരൊക്കെ വന്ന് ഇറങ്ങിയിരുന്ന ഒരു നഗരമാണിവിടെ. അപ്പോൾ അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടലിൽ ജീവിച്ച് തീരത്തണയുന്ന നാവികർക്ക് വേണ്ടിയുള്ള അവരെ കാത്തിരിക്കുന്ന വേശ്യാഗ്രഹങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞ ഈ റെഡ് ലൈറ്റ് ഏരിയയിലെ പല കെട്ടിടങ്ങളും. നഗരത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട്. അതിൽ ഈ പ്രദേശം ഇത്തരം ആളുകൾ കാത്തിരിക്കുന്ന തെരുവേത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് വീടുകൾക്കകത്ത് ചുവന്ന വിളക്കുകൾ കത്തിച്ച് വെച്ചിരുന്നു. അങ്ങനെ ആ ചുവന്ന വിളക്കുകളുള്ള വീടുകളാണ് തേടിയാണ് അക്കാലത്ത് ഈ നാവികർ വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ക്രമേണ അങ്ങനെ റെഡ് ലൈറ്റ് തെളിഞ്ഞ വീടുകൾ അല്ലെങ്കിൽ മുറികളുള്ള വീടുകൾ ആണ് പിന്നീട് റെഡ് ലൈറ്റ് ഏരിയ എന്നറിയപ്പെട്ടത്. ലോകം മുഴുവൻ റെഡ് ലൈറ്റ് ഏരിയ എന്ന് പിന്നെ ഇത്തരം പ്രദേശങ്ങൾ അറിയപ്പെടാൻ കാരണം അതാണ്. നമ്മുടെ ബോംബെയിലുണ്ട് ചുവന്ന തെരുവ് എന്ന് പറയുന്നത്, കൽക്കട്ടയിലുണ്ട് ചുവന്ന തെരുവ്. അപ്പോൾ ഈ ചുവന്ന തെരുവ് എന്ന് പേര് വരാൻ കാര്യം ഇത്തരത്തിൽ വീടിനുള്ളിൽ ചുവന്ന വിളക്ക് തെളിച്ച് വെക്കും അക്കാലത്ത്. ഇന്നും അത് തുടരുന്നുണ്ട്. അത് നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടു ആംസ്റ്റർഡാമിൽ. ഇതൊരു നിയമപരമായ തൊഴിലായി മാറി. 2000 ആണ്ടിൽ അതിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. ഇപ്പോഴും നമ്മൾ ഈ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഓരോ വീടിൻ്റെയും ജാലകത്തിൽ, വീടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട അത്തരത്തിലുള്ള വീടുകൾ തന്നെയാണ്, പക്ഷേ എല്ലാ വീടിൻ്റെ മുമ്പിൽ വലിയൊരു ജാലകം ഉണ്ടാകും, ചില്ലിട്ട നല്ലൊരു ജാലകം. ചില ജനലുകൾക്ക് നല്ല ലേസ് കർട്ടനുകളൊക്കെ ഉണ്ടാവും. ആ കർട്ടനുകൾ അല്പം മാറ്റിയിട്ടിട്ടുണ്ടാവും. അതിനുള്ളിൽ അർദ്ധനഗ്നരായ യുവതികൾ, ചെറുപ്പക്കാർ, ചിലതിൽ വൃദ്ധർ പോലും നിൽക്കുന്നത് നമുക്ക് കാണാം. അവർ ഈ വെളിച്ചത്തിൽ ഇങ്ങനെ ആളുകളെ ആകർഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ചിലർ ചെറിയ അടിവസ്ത്രം മാത്രം ധരിച്ച് നിൽക്കുന്നവരുണ്ട്, അല്പം കൂടി മാത്രം വസ്ത്രം ധരിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ ഇങ്ങനെ ജാലകത്തിൽ ഇങ്ങനെ നിൽക്കും. ഈ തെരുവുകളിലൂടെ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് ഒഴുകും. അപ്പോൾ ഈ ജാലകത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറകിൽ നിൽക്കുന്ന ആളുകൾ ഈ ഫോട്ടോ എടുക്കുന്ന കാണുമ്പം ഈ സ്ത്രീകൾ അങ്ങ് മാറി നിൽക്കും. ഫോട്ടോ എടുക്കാത്ത ആളുകൾ കടന്നു പോകുമ്പോൾ ഇവരവിടെ മുൻപിൽ ആ ചില്ലിനോട് ചേർന്ന് പുറമേ തെരുവിലൂടെ നടക്കുന്നവർക്ക് കാണാവുന്ന പോലെ വന്ന് നിൽക്കുകയും ചെയ്യും. അങ്ങനെ കുറേയേറെ വീടുകളുണ്ട്. ഇത് ടൂറിസത്തിൻ്റെ ഒരു പ്രധാന ആകർഷണമായിട്ട് മാറി. ഇതൊന്നും പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ റെഡ് ലൈറ്റ് ഏരിയയിലെ വീടുകളിലേക്ക് കയറി ചെല്ലുകയോ ഇവരുടെ കസ്റ്റമറായി മാറുമോ എന്നുള്ളതല്ല. ഇത് കാണാൻ വേണ്ടി തന്നെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഈ തെരുവുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടുത്തെ മേയർ ഈ റെഡ് ലൈറ്റ് ഏരിയ നഗരത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ചൊരു ചർച്ചയൊക്കെ ഉണ്ടായി, വാർത്തകൾ ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഈ ലൈംഗിക തൊഴിലാളികൾ പ്രൊട്ടസ്റ്റ് ചെയ്തു. കാരണം ഇവിടുന്ന് ഇത് മാറിക്കഴിഞ്ഞാൽ ഈ കച്ചവടം നഷ്ടപ്പെട്ടേക്കാം, ഇത്രയും ആളുകൾ വരണമെന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിലൊരു തർക്കമൊക്കെ നടക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ റെഡ് ലൈറ്റ് ഏരിയ ഒരു 2-3 സ്ട്രീറ്റുകൾ മുഴുവൻ ഇത്തരത്തിലുള്ള സുന്ദരിമാരുടെ പ്രദർശന കേന്ദ്രങ്ങളാണെന്ന് വേണേൽ പറയാം. ഒരു ഭാഗം ഒരു കൊട്ടാരത്തിൻ്റെ സ്ക്വയറാണ്, പാലസ് സ്ക്വയറാണ്. അവിടെ ഡച്ച് രാജാവിൻ്റെ ഒരു കൊട്ടാരമുണ്ട്. അത്ര മനോഹരമൊന്നുമല്ല, പക്ഷേ അതിൻ്റെ മുന്നിൽ വലിയൊരു സ്ക്വയറുണ്ട്. സന്ധ്യയാകുമ്പോഴത്തേക്ക് ആ സ്ക്വയറിൻ്റെ മുന്നിൽ ധാരാളം കലാകാരന്മാർ വരും. അതിൽ കൂടുതലും വരുന്നത് ആഫ്രിക്കൻ വംശജരായ കലാകാരന്മാരാണ്. അവർ വന്ന് സംഗീതത്തോടൊപ്പം വെയ്യഭ്യാസത്തിൻ്റെ കുറേ പ്രകടനങ്ങളോട് നടത്തും. നിരവധി കച്ചവടക്കാരുണ്ടാവും, സർക്കസുകാരുണ്ടാവും, മാജിക്കുകാരുണ്ടാവും. അതിൻ്റെ ഓരങ്ങളിലെ പല കെട്ടിടങ്ങളിലും ടൂറിസ്റ്റുകൾക്ക് വേണ്ട നിരവധി ഫെസിലിറ്റികളുണ്ട്. മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം പോലുള്ള മ്യൂസിയം ഉണ്ട്. അങ്ങനെ
ഈ ആംസ്റ്റർഡാം എന്ന് പറയുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാണ്. അവിടെ നടക്കുന്ന വാണിജ്യം, വ്യവസായം, ഇതിനേക്കാളൊക്കെ ഉപരി ലോകത്തിൻ്റെ ശ്രദ്ധ ഇന്ന് ആംസ്റ്റർഡാം എന്ന് പറയുന്ന ഒരു ടൂറിസം നഗരം എന്ന മട്ടിലാണ്. നമ്മൾ ഒരു ബോട്ട് യാത്ര ഇത്തരത്തിലൊരു ക്രൂസ് നടത്തുമ്പോൾ ഇതിൻ്റെ എല്ലാം ഏകദേശം ഒരു രൂപം കിട്ടും. ബോട്ട് യാത്ര കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മൾ ബോട്ടിലിരുന്ന് കണ്ട തെരുവുകളിലേക്ക്, അല്ലെങ്കിൽ പാലസ് സ്ക്വയറിലേക്ക്, അതല്ലെങ്കിൽ ഈ കൊട്ടാരങ്ങളിലേക്ക്, അല്ലെങ്കിൽ മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോയി ബാക്കി സമയം സ്പെൻഡ് ചെയ്യാം. കൂടാതെ ഭക്ഷണ വൈവിധ്യം, ഈ വഴിയോരങ്ങളിലെല്ലാം അതിമനോഹരങ്ങളായ നിരവധി കിയോസ്കുകളുണ്ട്. കിയോസ്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടിക്കട എന്ന് വേണേൽ പറയാം. പക്ഷേ അത് ഏറ്റവും മോഡേണായ, ഏറ്റവും നല്ല ഫെസിലിറ്റിയോടെ, നല്ല വൃത്തിയോടെ, നല്ല ഡിസൈനിൽ, നമുക്ക് കൊതി തോന്നുന്ന മരത്തിൽ അവിടെ അതിൻ്റെ പിന്നിൽ ആളുകളിരുന്ന് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ മുമ്പിൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ആ ഭക്ഷണം എന്തെങ്കിലും വാങ്ങാൻ. അവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സാധനം എന്താ അറിയോ? ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കച്ചവടമാണ്. അതായത് പൊട്ടറ്റോ അരിഞ്ഞ് ചിപ്സാക്കി അത് എണ്ണയിൽ വറുത്ത് കോരിയെടുത്ത് ആ കോരി ഓരോ തവണ ഇത് കോരിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു 3-4 സെക്കൻഡ് കൊണ്ട് അതങ്ങ് വിറ്റ് തീരുകയാണ്. അത്രയും നീണ്ട ക്യൂ ആണ്. അവിടെ ചില കടകളുണ്ട് പ്രത്യേക രുചിയോടുകൂടി ഫ്രഞ്ച് ഫ്രൈസ് വിൽക്കുന്ന കടകൾ. ലോക പ്രശസ്തമാണ് അത്ര. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് അവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി വഴിയിലൂടെ കുറിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി മാത്രം വാങ്ങാൻ വന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ നീണ്ട ക്യൂകൾ കാണാം. ഫ്രഞ്ച് ഫ്രൈസ് മാത്രം വിൽക്കുന്ന കടകൾ. അതിഗംഭീരമായ അനുഭവങ്ങളോടെ നമ്മൾ പോകുന്നത്. അപ്പോൾ ടൂറിസം എന്ന് പറയുന്നത് ഒരു നഗരത്തെ, ഒരു പ്രദേശത്തെ നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ വളർത്തുന്നത് എങ്ങനെയാണ്, സാമ്പത്തിക സ്രോതസ്സായി എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമ്മൾ പലപ്പോഴും ടൂറിസം എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിച്ച് ഒരു 3-4 സായിപ്പുമാർ വരികയും ബാക്കി ആയിരക്കണക്കിന് നമ്മുടെ നാട്ടുകാർ ഈ കാഴ്ച കാണാൻ വേണ്ടിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി, സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം പോയി നിൽക്കുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ടൂറിസം. തെറ്റിദ്ധരിക്കുകയാണ്. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്ക് പോലും തെറ്റിദ്ധാരണകളുണ്ട്. ടൂറിസം എന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ കൂട്ടിയാൽ മതി, വലിയൊരു ഉത്സവം സംഘടിപ്പിച്ച് അവിടേക്ക് ജനക്കൂട്ടം ഉണ്ടായാൽ ടൂറിസമായി എന്ന് അല്ല. വിദേശ നാണ്യം ഒഴുകി വരണം, അന്യരാജ്യക്കാർ, അന്യനാട്ടുകാർ ഇവിടേക്ക് ഒഴുകി വരണം, അവരുടെ പണം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങണം. നമ്മുടെ ആൾക്കാരും പോയി ആസ്വദിച്ചോട്ടെ, പക്ഷേ നമ്മുടെ നാട്ടുകാരേക്കാൾ കൂടുതൽ വിദേശികൾ വന്നിറങ്ങുന്ന ഒരു പ്രവർത്തനത്തിനാണ് ടൂറിസം എന്ന് പറയുന്നത്. നിങ്ങൾ ടൂറിസത്തിൽ വിജയിച്ച് ഏത് നാട്ടിലും ചെന്ന് നോക്കൂ, തായ്ലൻഡിൽ ചെന്ന് നോക്കൂ, അവിടുത്തെ തെരുവുകളിലൂടെ, അവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കിലൂടെ സഞ്ചരിക്കുന്നതൊന്നും തായ്ലൻഡുകാരല്ല. നിങ്ങൾ ലണ്ടനിലേക്ക് ചെല്ലൂ, നിങ്ങൾ പാരീസിലേക്ക് ചെല്ലൂ, ഈഫൽ ടവർ കയറാൻ ക്യൂ നിൽക്കുന്നതൊന്നും ഫ്രഞ്ചുകാരോ പാരീസ് നിവാസികളോ അല്ല. റോമിലേക്ക് ചെല്ലൂ, അവിടെ വത്തിക്കാൻ സ്ക്വയറിൽ പോയി നിൽക്കുന്നതെല്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്ത് വന്നവരാ. ഈ മട്ടിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകളെ ആകർഷിക്കുന്ന കേന്ദ്രമാക്കി ടൂറിസം കേന്ദ്രങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ടൂറിസം വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ. വിദേശ ടൂറിസ്റ്റുകളെ പരമാവധി, അല്ലെങ്കിൽ അന്യനാട്ടുകാരെ എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. അതിനുള്ള ഫെസിലിറ്റികൾ, അതിനുള്ള നിലവാരം നമ്മൾ ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനകം ഇതിനോടകം 50-ലേറെ രാജ്യങ്ങളിലൂടെയുള്ള ടൂറുകളാണ് സഞ്ചാര എക്സ്പ്ലോറേഷൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ യാത്രകളെല്ലാം അവിസ്മരണീയമായ അനുഭവങ്ങളായിരുന്നുവെന്ന് അതിൽ പങ്കെടുത്ത എല്ലാ സഞ്ചാരികളും പറയുന്നു. ഏറ്റവും പുതുതായിട്ട് ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുന്നത് റഷ്യയിലേക്കും അസർബൈജാനിലേക്കുള്ള ഒരു ടൂറിൻ്റെ വാർത്തയാണ്. ഈ വരുന്ന നവംബർ മാസത്തിൽ നമ്മൾ യാത്രയാവുന്നു. അസർബൈജാനിലേക്കാണ് ആദ്യം പോകുന്നത്. അസർബൈജാനിലെ ബാക്കു, കാസ്പിയൻ കടലിൻ്റെ തീരത്താണ് ഈ ബാക്കു നഗരം, അസർബൈജാൻ്റെ തലസ്ഥാനം. യൂറോപ്പിലെ ഏതെങ്കിലും ഒരു സമ്പന്ന രാജ്യത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത് നമുക്ക് തോന്നും. അതുപോലുള്ള തെരുവുകൾ, മനോഹരമായ ടൗൺ സ്ക്വയറുകൾ, അവിടെ ആധുനിക കാലത്തെ ഫ്ലെയിം ടവേഴ്സ് ഉണ്ട്. ആകാശം മുട്ടുന്ന 3 തീജ്വാലകൾ പോലെ ഉയർന്നിരിക്കുന്ന ഒരു അത്ഭുത നിർമ്മിതി. അതുകൂടാതെ എക്സൈറ്റിംഗ് ആയ നൈറ്റ് ലൈഫിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഇന്ന് ബാക്കു. നല്ല ഫുഡ് സ്ട്രീറ്റുകൾ, ഷോപ്പിംഗ് അനുഭവങ്ങളൊക്കെ. അവിടെ പ്രകൃതിയുടെ ചില അത്ഭുതങ്ങളുമുണ്ട്. തിളച്ചുമറിയുന്ന മഡ് വോൾക്കാനകൾ, യാനർദാഗ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കത്തുന്ന പർവ്വതമാണ്, കത്തുന്ന മല. പിന്നെ നമ്മൾ ഈ ബാക്കുവിൽ നിന്ന് അസർബൈജാൻ്റെ ഉൾനാട്ടിലേക്ക് പോവുകയാണ്. കോക്കസസ് പർവ്വതനിരകളിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഷഹദാഗ് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ റിസോർട്ടിലേക്കാണ് അടുത്ത ദിവസം നമ്മൾ പോകുന്നത്. നിരവധിയായ സാഹസിക വിനോദങ്ങൾ നടക്കുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആക്ടിവിറ്റികളുടെ ഒരു കേന്ദ്രമാണ് ആ മഞ്ഞുമല. അവിടെ നമ്മൾ റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്കാണ് പോകുന്നത്. അവിടുത്തെ പല കാഴ്ചകളിലേക്കും പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പോകുന്ന ആദ്യം ഒരു മിലിറ്ററി ടൂറാണ്. അതായത് AK-47 കൊണ്ട് വെടിവെക്കാം. നമുക്ക് എല്ലാവർക്കും AK-47 തരും, പരിശീലനം തരും, അതിൽ നമുക്ക് വെടിവെക്കാം. കൂടാതെ യുദ്ധ ടാങ്കുകൾക്കുള്ളിലിരുന്നുള്ള യാത്രകൾ. വിന്റർ പാലസ് ഉണ്ട്. റഷ്യൻ സാർ ചക്രവർത്തിമാർ അവിടെ ഇരുന്നാണ് രാജ്യത്തെ ഭരിച്ചത്. അവിടെ ഇരുന്നാണ് ലെനിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾ നടമാടുമ്പോൾ അതിനെ നേരിട്ടത്. പിന്നീട് അവിടെ നിന്നാണ് ചക്രവർത്തി നാടുവിട്ടു പോകേണ്ടി വന്നത്.
മിടുമിടുക്കന്മാരും സുന്ദരീസുന്ദരന്മാരുമായ റഷ്യൻ നർത്തകരുടെ ഗംഭീരമായ നൃത്തപ്രകടനത്തിനൊപ്പം നമ്മളിവിടുന്ന് ഡിന്നർ, ഷാമ്പെയിൻ ഡിന്നർ ആസ്വദിക്കുകയാണ്. ഒരു വൈകുന്നേരം അങ്ങനെയാണ്. ഒരു സബ്സാൻ ട്രെയിനിൽ, അവിടുത്തെ ബുള്ളറ്റ് ട്രെയിനാണ്, ആ ബുള്ളറ്റ് ട്രെയിനിലാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മോസ്കോയിലേക്ക് വരുന്നത്. ലെനിൻ്റെ മൃതദേഹം ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ട് കാണാം ലെനിനെ. മോസ്കോയിൽ ചെന്ന് നമ്മൾ സർക്കസ് കണ്ടിരിക്കണം. മോസ്കോ സർക്കസ് അതിഗംഭീരമായ ഒരു അനുഭവമാണ്. മോസ്ഫിലിം, സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് 3000-ലേറെ സിനിമകൾ നിർമ്മിക്കപ്പെട്ട ഒരു സ്റ്റുഡിയോ കോംപ്ലക്സ് ആണ് മോസ്ഫിലിം. ഇങ്ങനെ സാധാരണഗതിയിൽ അധികമാരും കാണാത്ത കാഴ്ചകളും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ അസർബൈജാൻ റഷ്യൻ ടൂർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൂറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. സഞ്ചാരത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കും. അവിസ്മരണീയമായ ഒരു യാത്ര നമുക്ക് നടത്താം. അപ്പോഴത്തേക്കും നേരം ഒരു 5 മണിയൊക്കെ ആകാറായി. ഷാഗൻ കണ്ടുപിടിക്കണം. എൻ്റെ ഹോട്ടൽ ഈ ഷാഗനിലാണ്. എങ്ങനെ പോകും? റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ നടന്നു. അവിടെ ചെല്ലുമ്പോൾ ആ ഇൻഫർമേഷൻ സെൻറ്ററിൽ രാവിലെ കണ്ടത്ര ജനക്കൂട്ടമൊന്നുമില്ല. അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ ഷാഗണിലേക്ക് എനിക്ക് പോകേണ്ടത്, ഷാഗണിലേക്കുള്ള ട്രെയിൻ നമ്പർ ഏതാണ്, അല്ലെങ്കിൽ ഏത് ട്രെയിനാണ്? അപ്പോൾ അവിടെ ഇരുന്ന സ്ത്രീ പറഞ്ഞു, ഡെൻ ഹെൽഡർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനുണ്ട്. അതെല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും പുറപ്പെടുന്നുണ്ട് ഡെൻ ഹെൽഡർ. ഈ ഡെൻ ഹെൽഡറിലേക്ക് പോകുന്ന ട്രെയിനിൽ നിങ്ങൾ ഏകദേശം ഒരു 55 മിനിറ്റ് യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഷാഗണിലെത്തും. അവിടെ ഇറങ്ങിയാൽ മതി. ഈ വിവരമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനകത്ത് ചെല്ലുന്നു. അപ്പോൾ ഡെൻ ഹെൽഡറിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നമ്മൾ നോക്കി കണ്ടുപിടിക്കുന്നു. യൂറയിൽ പാസ് ഉള്ളതുകൊണ്ട് വേറെ ടിക്കറ്റ് എടുക്കേണ്ടതില്ല. ഒരു 10-40ഓളം പ്ലാറ്റ്ഫോമുകളാണ് ആ റെയിൽവേ സ്റ്റേഷന്. നേരം പ്ലാറ്റ്ഫോമുകളാണ്. അതിനകത്തെ നമ്മുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചു. അവിടെ പോയി നിന്നു. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. ഞാൻ ആ ട്രെയിനിൽ കയറി. ഇനി നമ്മൾ ഷാഗണിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതിനകത്ത് കുറച്ച് ആളുകളൊക്കെ ഉള്ളൂ. ഈ നാട്ടുകാരാണ്. നഗരത്തിലേക്ക് ജോലിക്ക് വന്നവർ വൈകിട്ട് മടങ്ങിപ്പോവുകയാണ്. ഈ ഓരോ കോച്ചിലും ബോർഡുണ്ട്, ഡിസ്പ്ലേ വരുന്നുണ്ട്, അടുത്തത് ഇന്ന സ്റ്റേഷൻ. അങ്ങനെ നെക്സ്റ്റ് സ്റ്റേഷൻ ഷാഗൺ എന്നെഴുതി വന്നപ്പോഴത്തേക്ക് ഞാൻ ബാഗും പാണ്ടൊക്കെ എടുത്ത് വാതിക്കലേക്ക് ചെന്നു. ഷാഗൺ സ്റ്റേഷനിൽ പോയി വണ്ടി നിന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ചെറിയൊരു സ്റ്റേഷൻ, പക്ഷെ നല്ല തണുപ്പ് വീണിരിക്കുന്നു. കുറച്ച് ആളുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. മനോഹരമായൊരു കൊച്ചു ഗ്രാമമാണ് ഷാഗൺ. അതിൻ്റെ ഈ സ്റ്റേഷൻ്റെ മുന്നിൽ 2 കാറുകൾ കിടപ്പുണ്ട്, ടാക്സികളാണ്. ഞാൻ ടാക്സിക്കാരൻ്റെ അടുത്ത് ചെന്ന് ഈ അഡ്രസ്സ് കാണിച്ചു. കയറിക്കോളാൻ പറഞ്ഞു. ആ കാറിൽ ഞാൻ കയറി. അങ്ങനെ ഓടി ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടലിൻ്റെ മുന്നിൽ പോയിരുന്നു. ബെസ്റ്റ് വെസ്റ്റേണിൻ്റെ ചെയിനിൻ്റെ ഒരു ഹോട്ടലാണത്. ചെക്ക് ഇൻ ചെയ്തു. മുകളിലത്തെ നിലയിലാണ്. അവിടെ റൂമിലേക്ക് ചെല്ലുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ആംസ്റ്റർഡാം സ്റ്റേഷനിൽ തന്നെ കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. വൈകിട്ടത്തെ ഡിന്നർ ഒരു ബർഗറൊക്കെ പാക്ക് ചെയ്ത് വാങ്ങിയിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്. ഇവിടെ ഹോട്ടലുണ്ടോ റെസ്റ്റോറൻ്റ് ഉണ്ടോ, ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇത് കരുതലോടെ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ഒരു കുപ്പി ജ്യൂസും ഉണ്ട് കയ്യിൽ. ആ റൂമിൻ്റെ ജനൽ ഒക്കെ തുറന്നിട്ട് ഞാൻ ആ ജനൽപ്പടിയെ കയറിയിരുന്ന് ആണ് ഈ ബർഗറും ഈ ജ്യൂസും ഒക്കെ കഴിച്ചത്. അപ്പോൾ ഈ ജനൽപ്പടിയിലിരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ താഴെ ഗ്രാമത്തിലെ വഴികൾ കാണാം. അതിലൂടെ ഒറ്റപ്പെട്ട ആളുകൾ നടന്നു പോകുന്നത് കാണാം. ഇടയ്ക്കൊരു കാറ് കടന്നു പോകുന്നത് കാണാം. അതിനപ്പുറത്തുള്ള വീടുകൾ കാണാം. വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നത് കാണാം. അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആ ജനൽപ്പടിയിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ റെഡിയായി. കാരണം ഇന്നൊരു 9 മണിക്ക് മുമ്പ് എനിക്ക് ആംസ്റ്റർഡാം നഗരത്തിൽ തിരിച്ചെത്തണം. നഗരത്തിൽ വേറെ കുറേ പരിപാടികളുണ്ട്. ഞാൻ റൂം പൂട്ടി പുറത്തിറങ്ങി. അപ്പോൾ റിസപ്ഷനിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ പോകും? 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇതാ നേരെ ഇവിടെ പോയിട്ട് എങ്ങോട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവിടെ ടാക്സി ആയാലും കിട്ടില്ല. അപ്പം ഞാൻ നടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നടത്തം തുടങ്ങി. കുറച്ചങ്ങ് നടന്നു നിന്ന് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ കുരയാണ് കേൾക്കുന്നത്. ഈ കുരയ്ക്കൽ അടുത്തടുത്തടുത്ത് വരികയാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പുറകെ ഒരു പട്ടി, ഒരു ഭീകരൻ പട്ടി വരികയാണ്. ഞാൻ ഈ നാട്ടുകാരനെല്ലാം അവന് മനസ്സിലായി. അവൻ്റെ ഒരു ക്രൂരഭാവത്തിൽ എൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉള്ളിൽ വന്നു. എന്ത് ചെയ്യും? അവിടെ ഒരു മനുഷ്യരെയും കാണുന്നില്ല ചുറ്റും. ഞാൻ നേരെ തിരിഞ്ഞു നിന്നു. തിരിഞ്ഞു നിന്നിട്ട് ക്യാമറയുടെ ബാഗ് എടുത്ത് കയ്യിൽ ഞാൻ ഇവനെ തല്ലാനുള്ള ഭാവത്തിൽ ഓങ്ങി. ക്രൂരമായ മുഖഭാവത്തോടെ വലിയൊരു ശബ്ദം ഇട്ട് ഞാൻ അവൻ്റെ നേരെ അങ്ങ് ചെന്നു. പട്ടി പേടിച്ചു പോയി. പട്ടി അവിടെ അങ്ങ് നിന്നു. അവിടെ നിന്നിട്ട് അവനൊരു ഒട്ടും ഇങ്ങോട്ടും വരുന്നില്ല, പുറകോട്ടും പോകുന്നില്ല. അപ്പം ഞാനിനി തിരിഞ്ഞു നടന്നാൽ അവൻ പുറകെ വരുമെന്ന് എനിക്ക് ഉറപ്പായി. എനിക്കൊട്ട് തിരിഞ്ഞു നടക്കാനും പറ്റുന്നില്ല. ഞങ്ങളിങ്ങനെ കുറേ നേരം നിന്നു. അപ്പോൾ എൻ്റെ ഈ അലറലും പട്ടിയുടെ കുരയ്ക്കലും എല്ലാം കൂടെ കേട്ടോണ്ട് തൊട്ടടുത്തുള്ള 1-2 വീട്ടിലെ ആളുകൾ പുറത്തിറങ്ങി വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പട്ടിയുടെ ഉടമസ്ഥ ഒരു സ്ത്രീയാണ്. അവരും വന്നു. അവരെന്തോ ഒരു പേര് വിളിച്ചപ്പോഴത്തേക്കും പയ്യൊന്ന് തിരിഞ്ഞു നോക്കി. പക്ഷേ തിരിഞ്ഞു നോക്കിയെങ്കിൽ അവൻ മാറാൻ തയ്യാറല്ല. ഏതായാലും അമ്മൂമ്മ വന്ന് ഈ പട്ടിയെ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ ഞാൻ പയ്യെ നടന്നു. വീണ്ടും നടന്നു ചെന്ന് കഴിയുമ്പോൾ എനിക്ക് വഴി തെറ്റിയെന്ന് ഉറപ്പായി. ഇതിലെ ഒന്നും ഇന്നലെ വന്നിട്ടില്ല. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്.
ഞാൻ അവരോട് ചോദിച്ചു, ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഏതാ? റെയിൽവേ സ്റ്റേഷൻ. ഇവർക്കിത് മനസ്സിലാകുന്നില്ല. അവരുടെ ഭാഷ ഇതല്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. 2-3 തവണ ഞാൻ ചോദിച്ചു, ഇവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അറ്റ കൈ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ഞാൻ പിന്നെ ട്രെയിനിൻ്റെ ശബ്ദം അനുകരിച്ചു. ചുക് 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ ചൂളം വിളിയും കൂടി അടിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് കാര്യം മനസ്സിലായി. പിള്ളേർ ആദ്യം ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒക്കെ കാണിച്ചു തന്നു. അങ്ങനെ ആംഗ്യ ഭാഷ, ശബ്ദാനുകരണം, പട്ടിയെ പേടിപ്പിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് ഒരു തരത്തിൽ വേർത്ത് കുളിച്ചാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നത്. അപ്പോഴത്തേക്കും മണി ഏതാണ്ട് 8 മണിയായി. എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ട്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ കയറി വന്നു. അയാൾ ഒരു ഇന്ത്യക്കാരനാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. പരിചയപ്പെട്ടു. അയാൾ രാമേശ്വരംകാരനാണ്, തമിഴനാണ്. അയാൾ ആംസ്റ്റർഡാം നഗരത്തിലാണ് പഠിക്കുന്നത്. ഇവിടെ അയാൾ താമസിക്കുന്നതാണ്. അയാളുടെ ആരോ ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പരിചയപ്പെട്ട് സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി ഈ വന്ന വഴിയെ തന്നെ തിരിച്ച് ഏതാണ്ട് 1 മണിക്കൂറോളം ഓടി ആംസ്റ്റർഡാമിലെത്തി. ആംസ്റ്റർഡാം നഗരത്തിൽ ചെന്നിറങ്ങി. ബെസ്റ്റ് ഓഫ് ഹോളണ്ട് എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനിയിലാണ് ഞാൻ ഇൻ്റർനെറ്റിലൂടെ ടൂർ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ആംസ്റ്റർഡാമിൽ നിന്ന് ഹോളണ്ടിൻ്റെ അല്ലെങ്കിൽ നെതർലാൻഡ്സിൻ്റെ ഉൾഗ്രാമങ്ങൾ കാണാനുള്ളൊരു പോക്കാണ്, ഒരു യാത്രയാണ്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇന്നൊരു ഫുൾ ഡേ ടൂറാണ്. ഈ ബെസ്റ്റ് ഓഫ് ഹോളണ്ടിൻ്റെ ഓഫീസ് കണ്ടുപിടിക്കണം. അത് ഈ അഡ്രസ്സ് ഇതിനകത്തുണ്ട്. പലരോടും ചോദിച്ചും ഒക്കെ നടന്ന് ഏതാണ്ട് ഒരു 9 മണി ആയപ്പോഴത്തേക്കും ഞാൻ ഈ ബെസ്റ്റ് ഓഫ് ഹോളണ്ടിൻ്റെ ഓഫീസിലെത്തി. അപ്പോൾ അവിടെ അധികം ആളുകളൊന്നും വന്നിട്ടില്ല. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. എൻ്റെ ഈ ഇൻ്റർനെറ്റിൽ കൂടെ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൗച്ചറുണ്ട്, അതുകൊണ്ട് കൊടുക്കണം. അത് കൊടുത്തു കഴിയുമ്പോൾ അവരൊരു ബോർഡിംഗ് പാസ് തരും. ഈ ബോർഡിംഗ് പാസുമായിട്ട് ചെല്ലുമ്പോഴേ ബസ്സിൽ നമ്മളെ കയറ്റുള്ളൂ. ബോർഡിംഗ് പാസ് തന്നു. പുറത്ത് കാത്തു നിന്നോളാൻ പറഞ്ഞു. അവിടെ ഒരു ബെഞ്ചിട്ടിട്ടുണ്ട്, അവിടെ പോയിരുന്നു. കുറേശ്ശെ ആളുകൾ വന്നു. കുറച്ച് നേരം ആയപ്പോഴത്തേക്കും ഒരു 10-30 പേരായി. കറക്റ്റ് 9:30 ആയപ്പോഴത്തേക്കും ബസ്സെത്തി. ഇതിൽ കയറി. ഒരു ഗൈഡുണ്ട്. ഞങ്ങൾ പിന്നെ നഗരം വിട്ടിട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് സാൻ സെഷാൻസ് എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്കാണ്. അതിമനോഹരമായ ഗ്രാമമാണ്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ കുട്ടനാട് പോലെ കിടക്കുന്നൊരു പ്രദേശം. വെള്ളം, നിരവധി തോടുകൾ, അതിൻ്റെ തീരം പുൽമേടുകൾ, വീണ്ടും വെള്ളക്കെട്ട്, അല്ലെങ്കിൽ കനാലെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ തോടെന്ന് വേണേൽ പറയാം, വീതിയുള്ള തോടെന്ന് വേണേൽ പറയാം. ഈ പുൽമേടുകളിൽ പശുക്കൾ മേഞ്ഞ് നടക്കുന്നു. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു കാലത്ത് കടലിനടിയിലായിരുന്നു. ചിറകെട്ടി ഈ കനാല് പോലെ കോരിയ ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് ബാക്കി ഭാഗത്ത് പൊക്കി പുൽമേടുകളാക്കി മാറ്റിയതാണ്. നാളെ കുറച്ച് കാലം കഴിയുമ്പോൾ അവിടെയൊക്കെ ഒരു നഗരമായിട്ട് ചിലപ്പോൾ മാറിയേക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വ്യവസായ കേന്ദ്രമോ കൃഷിയിടമോ ഒക്കെ ആയിട്ട് മാറിയേക്കാം. ഇന്നത് പുൽമേടുകളാണ്. ആ പുൽമേടുകളിൽ പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. ഇവിടെ പാലുൽപ്പന്നങ്ങളുടെയും വലിയൊരു നിർമ്മാണ കേന്ദ്രവും കൂടിയാണ് ഈ നെതർലാൻഡ്സിൻ്റെ ഈ പ്രദേശങ്ങളൊക്കെ. ഈ പണ്ടത്തെ കടലായിരുന്ന ഇന്നത്തെ ഈ പുൽമേടുകളും ഡെൽറ്റയും ഒക്കെ. അങ്ങനെ ഓടി നമ്മൾ സാൻ സെഷാൻസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പോയി നിൽക്കുന്നു. ഒരു പുരാതന ഗ്രാമമാണത്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ വിൻഡ് മില്ലുകളാണ്. നിരവധി ബണ്ടുകൾ കെട്ടിയിട്ടാണ് കടലിനെ കരയുമായിട്ട് വേർതിരിക്കുന്നത്. ഈ വമ്പൻ ബണ്ടുകളുടെ എല്ലാം മുകളിൽ വിൻഡ് മില്ലുകളുണ്ട്. ഈ വിൻഡ് മില്ലുകൾ പലതും നിരന്തരം കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങുകയും ഈ കറക്കത്തിൽ പമ്പ് വർക്ക് ചെയ്യുന്നത് പോലെ ഈ വെള്ളത്തെ പുറത്തേക്ക് കടലിലേക്ക് പമ്പ് ചെയ്ത് കളയുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ നിൽക്കുന്നത്. ഈ കാറ്റടിക്കുന്നത് നിൽക്കുകയോ ഈ വിൻഡ് മില്ലിൻ്റെ കറക്കം നിന്ന് പോവുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു കാലത്ത് പണ്ടേ ഈ കടൽ കയറി ഈ രാജ്യം തന്നെ മുങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിരവധി വിൻഡ് മില്ലുകൾ പറഞ്ഞാൽ കൂറ്റൻ മില്ലുകളാണ്. ഒരു 10 നില കെട്ടിടത്തിൻ്റെയൊക്കെ ഉയരമുണ്ട് ഈ വിൻഡ് മില്ലിന് തന്നെ. ഈ വിൻഡ് മില്ലിന് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് തന്നെ ഒരു കെട്ടിടമാണ്. അതിൻ്റെ താഴെ അടിയിലത്തെ നില മുഴുവൻ ഒരു ചിലതിനകത്ത് ഈ പറഞ്ഞ വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് ഹൗസുകളാണ്. മറ്റു ചിലത് ധാന്യം പൊടിക്കുന്ന മില്ലുകളാണ്. അതായത് ഈ കറക്കത്തെ ഇന്നും നമ്മൾ അങ്ങനെയാണല്ലോ, മോട്ടറിൻ്റെ കറക്കം ഉപയോഗിച്ചാണല്ലോ എല്ലാ ഇൻഡസ്ട്രിയും പ്രവർത്തിക്കുന്നത്. അന്ന് മോട്ടർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഇത് കറക്കുമ്പോൾ അതനുസരിച്ച് ആ ശക്തി കൊണ്ട് ധാന്യം പൊടിക്കുക, തടി അറക്കുക, അതുപോലെ തന്നെ പലതരം ഇൻഡസ്ട്രിക്ക് ആവശ്യമായ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പൊടിക്കുക, ഗ്രൈൻഡ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്തിരുന്ന നിരവധി വിൻഡ് മില്ലുകളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. വിൻഡ് മില്ലുകളുടെ ഒരു ഗ്രാമമാണ് സാൻ സെഷാൻസ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ തന്നെ അവിടുത്തെ വീടുകൾ, മരം കൊണ്ട് പണിത സുന്ദരമായ വീടുകൾ, അതിൻ്റെ തൊടികൾ, ആ തൊടിയോട് ചേർന്നുള്ള തോടുകൾ, ആ തോടുകളിലൂടെ നീന്തുന്ന താറാവ്, അതുപോലെ ചെറുവള്ളങ്ങൾ. നമ്മളൊരു ഡെവലപ്ഡായ, വികസിതമായ, ആസൂത്രിതമായ, സൗന്ദര്യവൽക്കരിച്ച ഒരു കുട്ടനാട്ടിൽ കൂടെ സഞ്ചരിച്ച് എങ്ങനെ ഉണ്ടാവും? ഇന്ന് നമ്മൾ പലയിടത്തും കാണുന്ന ആ വൃത്തിയില്ലാത്ത കാഴ്ചകളല്ല ഞാൻ പറയുന്നത്. ഒരാകൃതിയില്ലാതെ പണിയുന്ന വീടുകളുള്ള കുട്ടനാടിനെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. ഒരു കലാബോധവുമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുട്ടനാടിനെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്.
വളരെ ആസൂത്രിതമായി കലാപരമായി നല്ല ആർക്കിടെക്റ്റുകളും ഡിസൈനർമാരും ഭംഗിയോടെ പൂച്ചെടികളും പുൽമേടുകളുമായി ഒരു കുട്ടനാടിനെ രൂപപ്പെടുത്തി എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ സാൻ സെഷാൻസ് എന്ന് പറയുന്ന ഗ്രാമം, അതാണ് ഈ ഡച്ച് ഗ്രാമങ്ങളൊക്കെ. അപ്പോൾ ആ കാഴ്ചകൾ നമ്മളെ കോരിത്തെരിപ്പിക്കും, ഗംഭീരമായി. ഇത് കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ആളുകൾ ഒഴുകുകയാണ്. അതുപോലെ നമ്മൾ ഈ വിൻഡ് മില്ലുകളിലേക്ക് ചെല്ലുന്നു, അവിടുത്തെ കാഴ്ചകൾ കാണുന്നു. കുറേ നേരം ആ ഗ്രാമത്തിലെ കാഴ്ചകളോട് ചെലവഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര ചെയ്ത് മറ്റൊരു ഗ്രാമത്തിൽ ചെല്ലുകയാണ്. അവിടെ വണ്ടി നിർത്തി ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഗ്രാമത്തിലുള്ളവരുടെയൊക്കെ ഒരു തൊഴിൽ ഷൂസ് ഉണ്ടാക്കലാണ്. ഷൂസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഷൂസ് അല്ല, ഷൂസ്, മരം കൊണ്ടുള്ള ഷൂസ്, തടിക്കട്ടയെ ഷൂസാക്കി മാറ്റുന്ന പ്രോസസ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ പല വീടുകളിലും പണ്ട് മുതലുള്ള തൊഴിലിതാണ്. കാരണം ഈ ചെളിക്കകത്തും ഈ പാടത്തിനകത്തും ഈ വെള്ളക്കെട്ടിനകത്തു നിന്ന് പണിയെടുക്കേണ്ടവരായിരുന്നു ഡച്ചുകാർ. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവർക്ക് ഈ ലെതർ ഷൂസ് കൊണ്ടൊന്നും ഈ വെള്ളത്തിലിറങ്ങി പണിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, വെള്ളവുമായിട്ടുള്ള പോരാട്ടമായിരുന്നു ഡച്ചുകാരുടെ ജീവിതം എന്ന് പറയുന്ന എക്കാലത്തും. വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തതാണ് ഈ രാജ്യത്തെ തന്നെ. അപ്പോൾ ഈ ചെളിയിലും മണ്ണിലും കുട്ടനാട്ടിലെ പണിക്കാർ പണിതുപോലെ പണിയുമ്പോൾ അവരുടെ കാലിലിടാനുള്ള ഷൂസ് അവർ മരം കൊണ്ടുണ്ടാക്കി. അത്തരം ഷൂസ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ചെല്ലുന്ന ആളുകൾക്ക് ഈ ഷൂസ് ഉണ്ടാക്കുന്നത് കാണാം. അതിനൊരു ഗാലറി ഈ ഫാക്ടറിക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് മരക്കട്ട ഷൂസായി മാറുന്ന പ്രോസസ്സ് കാണിച്ചു തരിക. അതിന് ഏതാണ്ട് 1 നൂറ്റാണ്ട് മുതൽ അതിനുള്ള യന്ത്രങ്ങളുണ്ട്. അതിനു മുമ്പ് ഉളി കൊണ്ട് കൊത്തിയാണ് എടുത്തിരുന്നത്. പക്ഷേ കഴിഞ്ഞൊരു നൂറ്റാണ്ടായിട്ട് അതിനെ പൊത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഷൂസ് ഉണ്ടാക്കുന്ന മെഷീനുകളുണ്ട്. അതിലൂടെ ഉണ്ടാക്കുന്ന എല്ലാം കാണിച്ചു തരുന്നു, ഡെമോ കാണിക്കുന്നു. അതിൻ്റെ അടുത്ത മുറിയിലേക്ക് ചെല്ലുമ്പം നിരവധി ഷൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മനോഹരമായ, കണ്ട കൊതി തോന്നുന്ന, അത് ഇട്ടുകൊണ്ട് നടക്കാനല്ല, ഒരു സുവനീറായി നമ്മുടെ സ്വീകരണ മുറി കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കളർഫുൾ ഷൂസുകൾ വെച്ചിരിക്കുക. ഇട്ടും നോക്കാം നമുക്ക്. ഇട്ടും നോക്കുമ്പോൾ അത്ര സുഖമൊന്നുമില്ല, മരത്തിൻ്റെ ഷൂസല്ലേ. കുറേ ആളുകൾ അതൊക്കെ വാങ്ങുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതേ, നമ്മുടെ കുട്ടനാട്ടിലോ കേരളത്തിലോ ഒക്കെ വിദേശ ടൂറിസ്റ്റുകൾക്ക് എന്തുണ്ട് കാണാമെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ നമ്മുടേതായി എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കുന്നത്, ഭക്ഷണപദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നത്, തെങ്ങ് ചെത്തുന്നത്, കള്ളെടുക്കുന്നത്, റബ്ബർ ടാപ്പ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നാടൻ രീതിയിൽ മീൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പല പല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്, ഇപ്പം ആറന്മുള കണ്ണാടി പോലുള്ള പല സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെയൊക്കെ നിർമ്മാണ രീതി ടൂറിസ്റ്റുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ അതൊരു വലിയ ടൂറിസ്റ്റ് ആകർഷണമായിട്ട് മാറും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു ഷൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറി കാണാൻ ഒന്നിനു പുറകെ ബസ്സുകളിൽ ആളുകൾ ഇങ്ങനെ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാമത്തിലേക്ക്. ആ ഗ്രാമത്തിൻ്റെ തെരുവുകളിലൂടെയൊക്കെ നമുക്ക് നടക്കാം. ആ ഗ്രാമം ചെറിയ ഗ്രാമമാണ്, മനോഹരമായ വീടുകൾ, സുന്ദരമായ ഗ്രാമവീഥികൾ, ഇതിലൂടെയൊക്കെ സഞ്ചരിച്ച് വീണ്ടും നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ വോളൻഡാം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. വോളൻഡാം ഒരു ചെറിയ പട്ടണമാണ്. ഈ വോളൻഡാമിലെ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീസിൻ്റെ നഗരമാണ് വോളൻഡാം. ചീസ് ഉണ്ടാക്കൽ അതിമനോഹരമായ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പട്ടണം. പട്ടണമെന്നൊന്നും പറയാനില്ല, ഒരു വലിയ ഗ്രാമം. 2 പ്രധാന സ്ട്രീറ്റുകളേ ഉള്ളൂ ആ നഗരത്തിന്. ആ 2 സ്ട്രീറ്റിൻ്റെ ഓരങ്ങളിൽ സുന്ദരമായ 2 നിലയുള്ള അതിമനോഹരമായ കെട്ടിടങ്ങൾ, നല്ല കളർഫുൾ കെട്ടിടങ്ങൾ, മരം കൊണ്ടുള്ള കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങൾക്കകത്തെല്ലാം താഴത്തെ നിലയിൽ മിക്കവാറും എല്ലാ സുവനീറുകളാണ്, കരകൗശല വസ്തുക്കൾ, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ, ചിലത് റെസ്റ്റോറൻറ്റുകൾ, ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഭക്ഷണങ്ങൾ വിൽക്കുന്ന റെസ്റ്റോറൻറ്റുകൾ, ഇതൊക്കെയാണ് മുഴുവൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. ഇവിടെ അത്ഭുതം എന്ന് പറയുന്ന ഒന്നുമില്ല. ഇത് കാണാം. ഈ തെരുവിലൂടെയുള്ള നടത്തം പോലും ഒരാവേശകരമാണ്. മനോഹരമായ കല്ല് വിരിച്ച തെരുവുകൾ, അതിൻ്റെ 2 വശത്തും കളർഫുള്ളായ കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങളിൽ പലതിൻ്റെയും ഉള്ളിൽ ചീസ് തത്സമയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്കതിനകത്തേക്ക് കയറി ചെല്ലാം. ചീസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് മുഴുവൻ നമ്മളെ കാണിച്ചു തരും. അതൊരു അരമണിക്കൂർ ക്ലാസ്സും ഒരു ഡെമോൺസ്ട്രേഷനും കൂടിയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ മുകളിലത്തെ നിലയിൽ പലതരം 100 ഇനം ചീസെങ്കിലും ഉണ്ടാക്കി ചെറിയ ചെറിയ പീസുകളാക്കി വലിയ പാത്രങ്ങളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും യഥേഷ്ടം എടുത്ത് കഴിച്ച് ടേസ്റ്റ് ചെയ്യാം. അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ തന്നെ വിവരിച്ച് തരും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന്. പല ടേസ്റ്റിലുള്ള ചീസ്, കൂടാതെ അതേ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലുള്ളത് വാങ്ങാം. ചീസിൻ്റെ വലിയ കട്ടകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിങ്, വാങ്ങൽ, മറ്റ് സാധനങ്ങൾ വാങ്ങൽ, ടൂറിസ്റ്റുകളിവിടെ എത്തുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണുക, ഇതുണ്ടാക്കുന്നത് കാണുക, അത് കഴിഞ്ഞ് ഇത് ടേസ്റ്റ് ചെയ്യുക. ചീസ് ടേസ്റ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു കലാപരിപാടി തന്നെ. അവിടെ വാങ്ങുന്നില്ലാത്ത പലരും എനിക്ക് തോന്നുന്നത് ഒരു 1/2 കിലോ ചീസെങ്കിലും സാമ്പിൾ തിന്നിട്ടുണ്ടാവും. അത്ര യഥേഷ്ടം ഈ സാധനം കിട്ടുകയാണ്. കുറേയേറെ ആളുകൾ ചീസ് വാങ്ങിക്കൊണ്ടും പോകുന്നുണ്ട് അവിടുന്ന്. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞു, നിങ്ങൾക്ക് 1 മണിക്കൂർ സമയമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഷോപ്പിംഗ് നടത്താം, ഭക്ഷണം കഴിക്കാം, അത് കഴിഞ്ഞ് ഈ ബോട്ട് പിയറിൽ വരണം. ആ ബോട്ട് പിയർ കാണിച്ചു തന്നു. ഇനി നമ്മൾ ബസ്സിലല്ല പോകുന്നത്, ഇനി നമ്മൾ മാർക്കൻ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് പോവുകയാണ്. ഈ ഉൾക്കടലിലെ ഒരു ദ്വീപിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നത് ബസ്സിലല്ല. അപ്പോൾ ഈ ബോട്ട് കെട്ടിയിൽ ഏത് സമയത്ത് വരണമെന്ന് പറഞ്ഞു. പലവരും പല വഴിക്ക് പോയി.
ഞാൻ ഈ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നടന്നു. മനോഹരമായ കാഴ്ചകൾ, ഞാൻ പറഞ്ഞല്ലോ, അത് അതിസുന്ദരമായൊരു സ്ട്രീറ്റാണ്, അതിസുന്ദരമായ നഗരം. നമ്മുടെ ഫോർട്ട് കൊച്ചിയെയൊക്കെ എങ്ങനെയാണ് ഭാവിയിൽ രൂപപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും നല്ല ഉദാഹരണം ഇതാ, ഈ വോളണ്ടാം എന്ന് പറയുന്ന നഗരം കാണുക. എങ്ങനെയാണ്, മറ്റത്ഭുതങ്ങളൊന്നുമില്ല, ലോകാത്ഭുതങ്ങളൊന്നും അവിടെയില്ല, ഉള്ളതിനെ എങ്ങനെ കലാപരമായി വൃത്തിയാക്കി ഒരുക്കി വെച്ചിരിക്കുന്നു. മാലിന്യം ഒഴുകുന്ന ഓടകളില്ലാത്ത, കറണ്ട് കമ്പികൾ തലങ്ങും വിലങ്ങുമില്ലാത്ത, ബാനറും പോസ്റ്ററും തലങ്ങും വിലങ്ങും ഒട്ടിക്കാത്ത വൃത്തിയുള്ള സുന്ദരമായ തെരുവുകൾ. ആ തെരുവുകളിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു ഉന്മേഷമാണ് നമുക്ക്. കൃത്യസമയത്ത് തന്നെ എല്ലാവരും ബോട്ട് കെട്ടിൽ അസംബിളായി, അടുത്ത ബോട്ട് വന്നു, അതിൽ ഞങ്ങൾക്ക് കയറാം. ഇത് സ്ഥിരം ഈ വോളണ്ടാമിൽ നിന്ന് മാർക്കൻ ദ്വീപിലേക്ക് നിരന്തര സർവീസ് നടത്തുന്ന ബോട്ടുകളുണ്ട്. അതിലൊന്നിൽ ഞങ്ങൾ കയറിപ്പറ്റി. അതിൻ്റെ അപ്പർ ഡെക്കിലോ താഴെയൊക്കെ ഇരിക്കാം. ഞാൻ അപ്പർ ഡെക്കിലിരുന്ന് ഷൂട്ട് ചെയ്തു. കുറേ ദൂരം ഓടണം, ഒരു കായൽ പോലെ കിടക്കുക, ഉൾക്കടലാണ് ശരിക്കും പറഞ്ഞാൽ. അതിലെ ഈ മാർക്കൻ ദ്വീപിലേക്ക് ചെന്നെടുക്കുകയാണ്. ഈ മാർക്കൻ ദ്വീപ് മറ്റൊരു അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ മരവീടുകളാണ്. മരം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ നിറമല്ല, ഓരോ വീടിനും ഓരോ പെയിൻ്റ് അടിച്ചിരിക്കുക, മരം കൊണ്ട് പണിതാണെങ്കിലും മേൽക്കൂരയെല്ലാം ഓടിട്ടതാണ്. അതിലെല്ലാം മനുഷ്യർ ജീവിക്കുന്നു. ഇന്നും നൂറ്റാണ്ടുകളുടെ മുമ്പത്തെ എന്ന പോലെ മനുഷ്യർ ജീവിക്കുന്നു. അതിൻ്റെ ഇടവഴികളുണ്ട്, ഓരോ വീടിൻ്റെ മുന്നിൽ കൂടെ നീണ്ടു പോകുന്ന വഴികൾ. ആ വഴികളിലൂടെ ഒക്കെ നമുക്ക് നടക്കാം. ഈ വീട് ചിലത് റിപ്പയർ നടന്നുകൊണ്ടിരിക്കുക വീടിൻ്റെ. അപ്പോൾ നമുക്കറിയാം വീട് എങ്ങനെയാണ് പണിതതെന്ന്. വെറുതെ ഓടിട്ടിരിക്കുകയല്ല. നമ്മൾ പലരും ഓടിട്ട വീട് ലീക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഓട് മാറ്റി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അവരങ്ങനെയല്ല ചെയ്യുന്നത്. ഓടിട്ട വീട് ലീക്ക് ചെയ്യാതിരിക്കാൻ അവരെന്താ ചെയ്യുന്നറിയോ, മേൽക്കൂരയുടെ പട്ടികയൊക്കെ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലൈവുഡ് അടിക്കും. പ്ലൈവുഡ് അടിച്ചതിന് ശേഷം ആ പ്ലൈവുഡിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫായിട്ടുള്ള ടാറുള്ള ഒരു ഷീറ്റ് അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റ് വിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പട്ടിക അടിച്ചിട്ടാണ് ഓടിടുക. എങ്ങാനും ഈ ഓടിനിടയ്ക്കൂടെ വെള്ളം ഇറങ്ങിയാലും ഈ താഴത്തെ ഷീറ്റിനകത്തൂടെ താഴേക്ക് പോകും. ഒരിക്കലും കെട്ടിടത്തിനകത്ത് ലീക്ക് വരില്ല. ഒരു 10-100 കൊല്ലം ഒരു പ്രശ്നമില്ലാതെ നിൽക്കും. അപ്പം നമ്മൾ പ്രതിസന്ധി എന്ന് കരുതുന്നതിനും അവർക്ക് സൊല്യൂഷനുണ്ട്. അങ്ങനെയാണ് ഓടിട്ട കെട്ടിടങ്ങളുമായിട്ട് യൂറോപ്പിലെ നഗരങ്ങൾ അല്ലെങ്കിൽ ഗ്രാമങ്ങൾ സുന്ദരമായിട്ട് ഇന്നും കാണപ്പെടുന്നത്. സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. അതിൽ ഒരു വീട്ടിലേക്ക് ഒരു അമ്മൂമ്മ നമ്മളെ വിളിച്ച് കയറ്റും. വീടിനകം കാണാം, വീടിനകത്തെ കാഴ്ചകൾ കാണാം. അവിടുത്തെ ലിവിങ് റൂം, അവരുടെ കിച്ചൺ, അവരുടെ ഡൈനിങ് ഏരിയ, അവരുടെ ബെഡ്റൂമൊക്കെ കാണാം. കയറി നടന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പം അമ്മൂമ്മയോട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ചെറിയ ടിപ്പ് ഇട്ട് കൊടുത്താൽ മതി. ആ ടിപ്പ് കൊടുത്തിട്ട് ഞങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഈ മാർക്കൻ ഗ്രാമത്തിലെ പല തെരുവുകളിലൂടെ, ഉൾവഴികളിലൂടെ ഒക്കെ നടന്നു, പല വീടുകളുടെ മുമ്പിലൂടെ നടന്നു. അവിടെയൊക്കെ ഗ്രാമജീവിതം ഇങ്ങനെ പുലരുകയാണ്. ഈ മാർക്കൻ ദ്വീപിലും ഷൂസ് ഉണ്ടാക്കുന്ന, മരഷൂസ് ഉണ്ടാക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവിടേക്കും ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾക്കിനി അവിടെ നിന്ന് യാത്ര പുറപ്പെടേണ്ട സമയമായി. നമ്മളിനി തുടർന്ന് യാത്ര ചെയ്യുന്നത് ബസ്സിലാണ്. നെതർലാൻഡ്സിൻ്റെ മറ്റ് ചില കാഴ്ചകളിലൂടെ, ഉൾനാടിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളിലൂടെയാണ് ഇനി യാത്ര. ഹേഗ് എന്ന് പറയുന്ന ചരിത്ര നഗരത്തിലേക്ക്, മധുരോധം എന്ന് പറയുന്ന അത്ഭുത കാഴ്ചയിലേക്കൊക്കെയാണ് ഇനിയുള്ള നമ്മുടെ യാത്ര.